ഭയപ്പെടാതെ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. Fear not. നിന്റെ വീട് ജപത്തിൻ വീടായിരുന്നാൽ, സ്തോത്രത്തിൻ വീടായിരുന്നാൽ, നീ ആവിക്കുള്ള ഇരുന്നാൽ, ആവിയിനാൽ ശരീരത്തിൻ ചെയ്തികളെ മരിപ്പിച്ച് ആവിയിനാൽ ഉയിർപ്പിക്കപ്പെട്ട് നീ ആവിയിൽ കാണപ്പെട്ടാൽ எந்த வல்லமையும் வறுமையின் வல்லமை, வியாதியின் வல்லமை, பாபத்தின் வல்லமை, அந்தகாரத்தின் வல்லமை, பாதாளத்தின் வல்லமை உன்னை தாக்கவே தாக்காது. അതെ, നിന്റെ വീട് ഒരു പ്രാർത്ഥനാ വീടായിരുന്നാൽ, സ്തോത്രത്തിന്റെ വീടായിരുന്നാൽ, നീ ആത്മാവിൽ നടന്ന് ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ നീ മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാപത്തിന്റെ ശക്തിയോ രോഗത്തിന്റെ ശക്തിയോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ശക്തിയോ നിന്റെ കുടുംബത്തെ ആക്രമിക്കാൻ സാധ്യമല്ല. If your house remains a house of praising, thanksgiving unto the Lord, prayer, to keep yourself in the Spirit of God, by the Spirit mortify all the works of the flesh, then no more power of sin, sickness, curse, you'll be a house shall be പല വീടുകൾക്ക് വിരോധமாக ശത്രുക്കൾ പല മന്ത്രം ചെയ്താർ. നമ്മുടെ പലരുടെയും വീടുകൾക്ക് വിരോധമായിട്ട് ശത്രുക്കൾ പല ആഭിചാരങ്ങൾ ചെയ്തു. Against many houses, people just ഒരു pray മന്ത്രം witchcraft. മുട്ടയെ കൊണ്ടുവന്ന് വയ്ത്ത. ഒന്ന് മുട്ട ഉപയോഗിക്കുന്ന മുട്ടക്കൂടോത്രമാണ്. In one spell, an egg was kept. വിശ്വാസി ആ മുട്ട വീട്ടുവാസൽ കിടക്കുന്ന ഒരു മുട്ട, കോഴിമുട്ട. വിശ്വാസിയുടെ വീട് വാതിൽക്കൽ ഒരു കോഴിമുട്ട. An egg was kept at the threshold of a believer. അവരത് എടുത്ത് അവിച്ച് സ്തോത്രം പണി സാപ്പിട്ട് താനത് പുഴുങ്ങി സ്തോത്രം പറഞ്ഞു വിഴുങ്ങി. He took it, boiled it, praised the Lord and had it. ആണ്ടവരെ, ഏലിയാവെ പോഷിച്ച ദേവൻ മുട്ടയിനാൽ എന്നെ പോഷിച്ച് നാളേക്കും ഒരു മുട്ട വരണം. ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവമേ, എനിക്ക് ഇന്നൊരു മുട്ട കിട്ടി, നാളെയും കിട്ടണമേ. He thanked God, the Lord who fed Elijah, today he fed on me, give me tomorrow also. ആരോഗ്യവാനാക ഉയിരോടെ ഇരിക്കുക. തനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, വളരെ ആരോഗ്യത്തോടെ ഇന്നും ജീവിച്ചിരിക്കുന്നു. He was not at all harmed, still he remains hale and hearty. ഇനി ഒരുവന്റെ വീട്ടുക്ക് മുന്നാലെ ലൈം കൊണ്ടുവന്ന് വയ്ത്താങ്ക. ഒരാളുടെ അതിൽ കൊഞ്ചം കർപ്പൂരം എല്ലാം ഇരുന്നത്. ഒരു വ്യക്തിയുടെ വീടിന് മുൻപാകെ ഒരു ചെറുനാരക കൊണ്ടുവച്ചു, അതിൽ അല്പം കർപ്പൂരമൊക്കെ ഉണ്ടായിരുന്നു. Lime smeared with the camphor was kept before the door of another person. അവർ മനവിക്ക് சொல்லவில்லை, തന്റെ ഭാര്യയോട് പറഞ്ഞില്ല. He did not inform this to his wife. കാരണം മനവി കൊഞ്ചം ബലവീനന്ത, ഭാര്യ അല്പം ദുർബലയാണ്. Because wife was weak-minded. ആണ്ടവരെ சொன்ன സ്ത്രീകൾ ബലവീന പാണ്ഡ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീജനം ബലഹീന പാത്രം. The Lord himself said that women are weak vessels. ഭയപ്പെടുമെന്ന് നിனைத்து, താൻ പേടിക്കുമെന്ന് കരുതിയിട്ട്, on the ground that she would be frightened, പറഞ്ഞില്ല. he did not inform her. അത് ആ ചെറുനാരങ്ങ നന്നായി കഴുകി. He washed that lemon. മനവി കിட்ட சொன்னாங்க, ഭാര്യയോട് പറഞ്ഞു, told his wife, உடம்பெல்லாம் ரொம்ப சூடா இருக்கு, நான் ஒரு லைன் வாங்கிட்டு வந்துடுறேன், கொஞ்சம் அது வெட்டி ലൈൻ പൊട്ട്. ശരീരം വല്ലാതെ ചൂടായിരിക്കുന്നു, ഒരു ചെറുനാരങ്ങ മേടിച്ചു, അതൊന്ന് മുറിച്ച് എനിക്കൊരു നാരങ്ങ പിഴിഞ്ഞു കൊണ്ടുപോവാം. Temperature is so high, I bought a line, come on, make it juice. ഭാര്യയ്ക്ക് കാര്യമറിയില്ല. She doesn't understand the truth. അത് സാപ്പിട്ട. താൻ ആ നാരങ്ങാ വെള്ളം കുടിച്ചു. He had that lime juice. ഒരു പ്രശ്നവുമില്ല, തനിക്കൊരു കുഴപ്പവുമില്ല. No problem at all. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to God. ഇനി ഒരു വിശ്വാസ വീട്ടുക്ക് ഒരു വിശ്വാസിയുടെ വീട്ടുക്ക് വിരോധമാകെ വേറൊരു വിശ്വാസിയുടെ വീടിന് വിരോധമായി, against another faith home, ഇவ்வளവും തണ്ണീരിൽ മന്ത്രവാദി ഇറങ്ങി നിன்று, ഒരു മന്ത്രവാദി നെഞ്ചോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. the magician plunged up to his chest level water മുഴുവതും രാത്രി മുഴുവൻ throughout the night. മന്ത്രം ചെയ്തുകൊണ്ടേയിരുന്നു. താൻ ക്ഷുദ്രപ്രയോഗം നടത്തിക്കൊണ്ടിരുന്നു. He was spelling the charm. പിശാച് വന്നു, ദുരാത്മാവ് വന്നു, evil spirit came കൊടുത്ത ആ മഷി കൊടുത്തു. He gave the ink. അവരുടെ വീട് ഒരു പാവപ്പെട്ട വീട്, കുടിസിയ വീട്. എന്നാൽ ആർക്ക് വിരോധമായി മന്ത്രവിവാദം ചെയ്തുവോ ആ വ്യക്തി ഒരു ദരിദ്രനാണ്, ഒരു ചെറ്റക്കുടിലിൽ പാർക്കുന്ന വ്യക്തിയാണ്. He was a poor person dwelling in a cottage. അതൊരു വിഷയത്തുക്കാകും. ഒരു പ്രത്യേക കൊട്ടാരക്കരയിൽ சொன்ன വിഷയങ്ങൾ ഞാൻ മുൻപേ കൊട്ടാരക്കരയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. It's for an important matter. I narrated this at Kottarakara. അവർ നല്ല ജപം പണു, പക്ഷേ താനൊരു പ്രാർത്ഥനാവീരനായിരുന്നു. But he was a warrior of faith. അവരുടെ കുടുംബ ജപം 2 മണി നേരം, തന്റെ കുടുംബ പ്രാർത്ഥന 2 മണിക്കൂർ നീളും. They would spend 2 hours in family prayer. പാട്ട് പാടി
പാട്ട് പാടിയിട്ട് They would sing ആവിയിൽ songs, നിറമ്പി ആത്മാവിൽ നിറഞ്ഞിട്ട് be filled in the Spirit, ദീർഘദർശനം ചൊല്ലി പ്രവചനം പറയും. talk prophecy. அந்த தகப்பனார் சில ஆலோசனைகளை சொல்லி അപ്പൻ ചില പ്രബോധനങ്ങൾ നൽകും. Father would share പിള്ളകളെല്ലാം counsels. മൂന്ന് പിള്ളകൾ എളുമ്പി പാപാരിക്ക ചെയ്യും. മക്കൾ എഴുന്നേറ്റ്, 3 മക്കളാണ്, പാപങ്ങൾ ഏറ്റുപറയും. 3 children, they would make ഇത് confession. അവരുടെ റൊട്ടീൻ. ഇതാണ് അവരുടെ പതിവ്. This was a habitual action. അവരുടെ ആ കുടുംബத்துக்கு വിരോധமாக ഒരുത്തൻ മന്ത്രം ചെയ്താൻ. ഈ കുടുംബത്തിനെതിരായിട്ടാണ് ഒരു വ്യക്തി മന്ത്രവാദം ചെയ്തത്. Against which a person applied a charm. ഇவ்வளவும் തണ്ണീരിൽ அந்த മന്ത്രവാദി നിന്നുകൊണ്ട് നെഞ്ചളവ് വെള്ളത്തിൽ താൻ ഇറങ്ങി നിന്നു. കടസിൽ The magician stood up to the chest level water. அந்த பிசாசு வண்டாக மாறிவிட்டது. പിശാച് ഒരു വണ്ടിന്റെ രൂപമെടുത്തു. They were disguised as a beetle. உங்களோட வீட்டுக்குள்ள தலைக்கு மேல வண்டெல்லாம் பறக்குது இல்லையா? നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് ചുറ്റിലും വണ്ടുകൾ പറക്കാറില്ലേ? The battle is flying over your head. அதுதான் விஷயம். അതാ കാര്യം. That's the problem. வண்டு, ഒരു ചെറുവണ്ട്, Beetle. இந்த வண்டுக்கு இந்த குடிசை வீடு തന്നെ ஓலையெல்லாம் போய் கிடக்குது. ഒരു ചെറ്റക്കുടിലാണ് പാവപ്പെട്ട കുടുംബം. ഒരു പാവപ്പെട്ട വീട്. அந்த வீட்டுக்குள்ள நுழைய முடிகிறதில்ல. ഈ ചെറ്റപ്പെരയ്ക്കകത്ത് കടക്കാൻ ഈ വണ്ടാകുന്ന ദുരാത്മാവിന് സാധിക്കുന്നില്ല. Attached dilapidated house, this beetle is not able to enter the. மூன்றாவது பிசாசு. മൂന്നാമത്തെ പിശാച്. The third ഒന്ന് demon. അനുപ്പിയാച്ച്, രണ്ട് അനുപ്പിയാച്ച്, മൂന്ന്. ഒന്നിന് പിറകെ ഒന്നായിട്ട് മൂന്നയച്ചു. മൂന്നാമത്തെ പിശാച്. Would not turn the third one is Satan now. എന്നെ എങ്കി അനുപ്പുറ. മന്ത്രവാദിയോട് ചോദിച്ചു, നീ എന്നെ എങ്ങോട്ടാ വിട്ടത്? He asked the magician, where did you send me? നെരുപ്പിനാൽ എരിയുതു. ആ വീടിന് ചുറ്റിലും തീയാളി കത്തുന്നു. That house is filled with the fire. எனக்கு உள்ள போக முடியவில்லை. എനിക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നില്ല. I'm not able to enter அந்த the. பிசாசு மந்திரவாதிக்கு ஒரு அடி. ആ പിശാച് മന്ത്രവാദിക്ക് ഒരടി കൊടുത്തു. That beetle, that devil smote the അവന്റെ magician. മനവി വയർ വെടിത്ത് സത്തുപോച്ചു. ആ മന്ത്രവാദിയുടെ ഭാര്യ കുടല് പൊട്ടി ചത്തു. His wife blasted the belly and passed away. മന്ത്രവാദിയോ തർക്കൊലയെ ചെയ്ത. മന്ത്രവാദി ആത്മഹത്യ ചെയ്തു. The magician committed suicide. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. മന്ത്രവാദിയുടെ പയ്യൻ രക്ഷിക്കപ്പെട്ടാൻ വളരെ വർഷങ്ങൾക്ക് പിറകു. പിൽക്കാലത്ത് ആ മന്ത്രവാദിയുടെ മകൻ രക്ഷിക്കപ്പെട്ടു. After many days, the son of the magician got saved. താൻ ശുശ്രൂഷയ്ക്ക് വന്നു. He stepped out to do the ministry. എന്നോടുകൂടെ ഈറോഡിലെ എനിക്ക് അസിസ്റ്റന്റ് ആയി ഓടിയും ചെയ്താൽ അവന്റെ പേര് വിക്ടർ ജോസഫ്. ഈ റോഡിൽ എന്റെ കൂടെ സഹായിയായി താൻ വേല ചെയ്തു. തന്റെ പേര് വിക്ടർ ജോസഫ്. His name is Victor Joseph. He was serving under the Lord at Herod with me as an assistant. താനാണ് ഈ സംഭവങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. He narrated this whole episode. നിനക്ക് വിരോധமாக எழும்புகிற எந்த ஆயுதமும் வாய்க்காமல் போய்விடும் என்று விசுவாசமுள்ளவங்கள் கரங்களை உயர்த்தி சத்தமாக நமது தேவாதி தேவனுக்கு ஒரு அல்லேலூயா சொல்லுவோமாக. എന്നോടിരു என்ப இயேசு എന്നോടിരു എന്നിல் வல்லமை பெலனோ ஒன்றுமே இல்லை அன்பின் ரட்சகா എന്നോடிரு